എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പ്രീവിയസ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ ഇപ്പം ഒരു 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കുന്നത് 26/5/2016 നടന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം അതിലുള്ള കമ്പ്യൂട്ടറിന്റെ ഭാഗവും ടൈപ്പ് റൈറ്ററിന്റെ ഭാഗവുമാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ വർക്ക്ഷീറ്റ് കണ്ടെയ്ൻസ്. ഒരു വർക്ക്ഷീറ്റിൽ എത്ര കോളംസും എത്ര റോകളും ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ തന്നിട്ടുള്ളത് 2003 വേർഷനിലുള്ള വർക്ക്ഷീറ്റിലുള്ള, അതായത് MS Wordന്റെ 2003 വേർഷനിലുള്ള എക്സലിലെ വർക്ക്ഷീറ്റിലുള്ള കോളംസിന്റെയും റോസിന്റെയും എണ്ണാണ്. അപ്പം ഇതില് ആൻസർ ആയിട്ട് നമുക്ക് വരികയാണ് 256 കോളംസും അതേപോലെ തന്നെ എത്രയാണ് 65536 റോസും ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ 2007 വേർഷൻ പഠിക്കുന്നതുകൊണ്ട് അതിൽ എത്ര റോസ് വരും? അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് 2003 ഫോർമാറ്റില് അല്ലെ 2003 വേർഷനിലുള്ള ആൻസർ ഏതാണ് വരിക? 256 കോളംസ് ആൻഡ് അതേപോലെ 65536 റോസ് എന്നാണ് വരിക. അപ്പൊ 2007ന്റെ കേസ് എടുക്കുമ്പോൾ എത്ര വരും? 1048,576 റോസ് ആൻഡ് 16384 കോളംസ് ആണ് 2007 വെർഷനിലുള്ളതിൽ ഒരു വർക്ക്ഷീറ്റിൽ ഉള്ള കോളംസിന്റെയും റോസിന്റെയും എണ്ണം. ഞാൻ ജസ്റ്റ് അതൊന്നും ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ 2016 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അന്നത്തെ എക്സാമിലൊക്കെ 2003 വേർഷനിലുള്ളതായിരുന്നു ചോദിച്ചിരുന്നത്. അതാണ് കേട്ടോ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വോളറ്റൈൽ മെമ്മറി. ഇതിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിക്കുന്നത്. അപ്പം നോൺ വോളറ്റൈൽ മെമ്മറിയും വോളറ്റൈൽ മെമ്മറിയും എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ആൻസർ എന്താ വരിക? ഞാൻ അതിലൊന്നും വിശദീകരിച്ച് പറയണ്ടല്ലോ. നമ്മൾ എടുത്ത ക്ലാസ്സിൽ റാമുവിന്റെ ഒക്കെ ക്ലാസ്സിൽ എടുത്ത സമയത്ത് വിശദീകരിച്ച് പറഞ്ഞതാണ് ഈ പ്രോം എന്താണ്, റോം എന്താണ്, റാം എന്താന്നൊക്കെ അല്ലെ. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വോളറ്റൈൽ മെമ്മറി എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ് വരിക? വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം അല്ലെ. താൽക്കാലിക മെമ്മറിയാണ് ഇത്, റാം. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ സെക്ഷൻ at the top of the document used to place the name, page, etc. അതായത് സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റില് ഏറ്റവും ടോപ്പില് പേജ് നമ്പർ, നെയിം ഒക്കെ ഉൾപ്പെടുത്തുന്ന ഭാഗം അല്ലെ ഉൾപ്പെടുത്തുന്ന ആ സെക്ഷന്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇതും എളുപ്പമാണ്. ഏറ്റവും മുകളില് ഹെഡർ ഉണ്ടാവും, താഴെ എന്തുണ്ടാവും? ഫൂട്ടർ. ഹെഡർ ആൻഡ് ഫൂട്ടർ വെക്കത്തില്ലേ? ഹെഡർ എന്തിനാ വെക്കുന്നത്? നമ്മൾ നെയിം, പേജ് നമ്പർ ഒക്കെ മുകളിൽ എഴുതാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിനാണ് ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഹെഡർ. 33ന്റെ ആൻസർ എന്താണ് വരിക? ഹെഡർ. ഓക്കെ. ഇനി 34th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്. ഫൗണ്ടേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇമെയിലിന്റെ, ഫേസ്ബുക്ക് അങ്ങനത്തെയൊക്കെ ഫൗണ്ടേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, മാർക്ക് സൂക്കർബർഗ്. ആരാണ്? മാർക്ക് സൂക്കർബർഗ്. ഓപ്ഷൻ ഡി ആണ് വരിക. ഏതാണ്? ഓപ്ഷൻ ഡി വരും. ഏത്? മാർക്ക് സൂക്കർബർഗ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ്, അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ്. ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഷോർട്ട് കട്ട് കീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. എല്ലാ ഭാഗത്തുനിന്നും ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും ഷോർട്ട് കട്ട് കീന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് ഏതാണ്? Ctrl+M. നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. കാരണം നമ്മളിപ്പോ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ട് തവണ ഏറ്റവും ആവർത്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്ന ഇതാണ്. ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ്. ന്യൂ സ്ലൈഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ Ctrl+M. ഇനി അടുത്തത് ഒരു
അടുത്ത ഒരു കമാൻഡ് ആണ്. എന്തിന് യൂസ് ചെയ്യുന്നതാണ്? സോർട്ട്. സോർട്ട് എന്തിനാ യൂസ് ചെയ്യുക? സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സോർട്ട് കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം സോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ സോർട്ട് ചെയ്യാന്ന് പറയുന്നത് എന്തിനാ ശരിക്കും? സോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അറേഞ്ച് ചെയ്യാന്നല്ലേ അർത്ഥം. അപ്പം സോർട്ട് കമാൻഡ് എന്ന് ഉദ്ദേശിക്കുക എന്താ? അറേഞ്ചിങ് ഡാറ്റ. ഡാറ്റ അറേഞ്ച് ചെയ്യാനാണ് എന്ത്? സോർട്ട് കമാൻഡ് യൂസ് ചെയ്യുക. അപ്പൊ ആൻസർ ഏതാണ് വരിക? 36 ക്വസ്റ്റ്യന്റെ ആൻസർ. സോർട്ട് ദ കമാൻഡ് ഫോർ യൂസ്ഡ് ഫോർ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏതാ യൂസ് ചെയ്യുക? അറേഞ്ചിങ് ഡാറ്റ. ഡാറ്റ അറേഞ്ച് ചെയ്യാനാണ് സോർട്ട് കമാൻഡ് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി ഡാറ്റ ഹൈഡ് ചെയ്യാനൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടേ, ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി 37th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് മെയിൻ ഡോക്യുമെന്റ് വിത്ത് ദ ഡാറ്റ സോഴ്സസ്. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? അതായത് നമുക്ക് രണ്ടും തമ്മിൽ യോജിപ്പിക്കാൻ അല്ലേ, ഏതെങ്കിലും ഡാറ്റ സോഴ്സിന് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ് മെയിൻ ഡോക്യുമെന്റുമായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്? മെയിൽ മെർജ്. മെയിൽ മെർജ് അല്ലേ ചെയ്യുക? ഈ പ്രോസസ്സ് കൊണ്ടല്ലേ നമ്മൾ കമ്പൈനിങ് മെയിൻ ഡോക്യുമെന്റ് വിത്ത് ദ ഡാറ്റ സോഴ്സ് അല്ലേ? ഇതൊന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റയടിക്ക് ആൻസർ കിട്ടുന്ന കാര്യമാണ്. അടുത്തത് അതിലും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണോ പറയുക? അല്ലെങ്കിൽ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്നാണോ പറയുക? അല്ല അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയടിക്ക് എപ്പോഴും പഠിക്കുന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വെബ് ബ്രൗസർ ആണ്. സഫാരി അതെ. മോസില്ല ഫയർഫോക്സ് ആണ്. ഒറ്റയടിക്ക് ആൻസർ എത്താം. MS ഓഫീസ് അല്ലേ. MS ഓഫീസ് ഇസ് നോട്ട് എ വെബ് ബ്രൗസർ. ഇതിനെ കുറിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല അല്ലെ. കുറച്ച് വെബ് ബ്രൗസറിന്റെ ഒക്കെ നെയിമുകൾ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന പേരുകളാണ് ഇവയൊക്കെ. ഇവയൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഇൻ MS PowerPoint ദ പേജ് സെറ്റപ്പ് ബട്ടൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ഡാഷ്. അതായത് നമ്മളെ MS PowerPointല് പേജ് സെറ്റപ്പ് ബട്ടൺ എവിടെയാണ് കാണുക എന്നാണ് ചോദിച്ചത്. ഡിസൈൻ ടാബിലാണ് കാണുക. ഇവിടെ ഏതാണ് നോക്കാണ്? ഡിസൈൻ ടാബിലാണ് കാണുക. ഇവിടെ പറയുന്നത് ചിലത് 2003 വേർഷൻ ഉണ്ടാവും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും ചിലതിൽ വരിക. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. ഏതാണ്? ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. ചെറിയ കുട്ടികൾ വരെ ആൻസർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാ? CPU അല്ലെ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 42th ക്വസ്റ്റ്യൻ ഈസ് ഇൻ MS Word 2007 മാക്സിമം സൂം സൈസ് ഈസ് ഡാഷ് പെർസെൻറ്റേജ്. ഇത് 7 വേർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടതാണ് 2003 വേർഷനിലുള്ളത് ഒരു ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. ഇനി ഇൻ MS Word 2007 മാക്സിമം സൂം സൈസ് എത്രയാണ്? മാക്സിമവും മിനിമം സൂം സൈസ് ഒക്കെ പഠിച്ചിരിക്കണം. അപ്പം മാക്സിമം സൂം സൈസ് എന്ന് പറയുന്നത് എത്രയാ? 500. എത്രയാണ്? 500% ആണ് അല്ലേ. 500% ആണ് നമ്മൾ എന്ത് പറയാ? നമ്മളെ മൊത്തത്തിലുള്ള എത്ര സൂം ചെയ്യാനുള്ള മാക്സിമം സൂം ചെയ്യാനുള്ള എത്ര സൂം ചെയ്യണം എന്നുള്ളതിന്റെ കണക്ക് പറയാം അല്ലേ. അതൊക്കെ നമ്മൾ എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കണം. മാക്സിമം സൂം സൈസ് എത്രയാണ്, എത്ര വരെ പോകാം എന്നുള്ളതിന്റെ ഒക്കെ സൂം ചെയ്യുന്നത് എത്രയാണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ.
അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എക്സ്റ്റൻഷൻ ഓഫ് എ പെയിന്റ് ഫയൽ, പെയിന്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ എത്രയാണെന്നാണ് പറയുന്നത്. പെയിന്റ് ഫയൽ ഏതാണ് ഇതിലുള്ള പെയിന്റ് ഫയൽ, അതിന്റെ ഏത് എക്സ്റ്റൻഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റൻഷൻ ഓഫ് എ പെയിന്റ് ഫയൽ ഏതാ? നമ്മൾ കുറെ എക്സ്റ്റൻഷൻസ് പറയുന്നുണ്ട് അല്ലെ. ഏതാണ്? BMP ആണോ, അതോ .txt ആണോ, .xls ആണോ, .cpp ആണോ? ഏതാണ് പെയിന്റ് ഫയലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുത്തത്? .bmp ആണ് അല്ലെ. ഇനി അതേപോലെ തന്നെ .png, അതേപോലെ .bnp, അതേപോലെ .svg ഒക്കെ ഇമേജ് ഫയൽസിന് എക്സാമ്പിൾസ് ആണ്. ഇനി TXT എന്ന് പറഞ്ഞാൽ എന്താ? അത് ടെക്സ്റ്റ് ഫയൽ ഡോക്യുമെന്റ് ആണ് അല്ലെ. ടെക്സ്റ്റ് ഫയൽ ഡോക്യുമെന്റ് ആണ് TXT. അതേപോലെ XLS എന്ന് പറഞ്ഞാൽ എന്താ? എക്സൽ സ്പ്രെഡ്ഷീറ്റിന്റെ എന്താണ് ഷോർട്ട് ഫോം ആണ് എന്ത്? XLS. CPP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ന്റെ ഒരു ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആണ് എന്ത്? CPP. ഓക്കെ. ഇനി BMP എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? ഇമേജ് ഫയൽ. അല്ലാതെ വേറെ വരുന്ന ഇമേജ് ഫയലുകളാണ് .png, .svg ഒക്കെ കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഇതിലേതാണ്? ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ജാവയാണെന്നല്ലേ. കാരണം എന്താ? ജാവ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 45th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? ഇതിലേതാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? നോക്കേണ്ട ആവശ്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും വേണ്ട. ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. MS വേർഡ് അല്ലേ. ഇനി അടുത്തത് 46th ക്വസ്റ്റ്യൻ ആണ്. 46th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് റോ ഡാറ്റ ഇൻ കോളം ഓർ കോളം ഡാറ്റ ഇൻ റോ? അതായത് എക്സലില് നമ്മൾ റോയിലും കോളംസിലൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഡാറ്റകളൊക്കെ എഴുതുക. അപ്പം റോയിലുള്ള ഡാറ്റയെ കോളത്തിലേക്കും കോളത്തിലേക്കുള്ള ഡാറ്റയെ റോയിലേക്കും മാറ്റാൻ ചെയ്യുന്ന ഏത് ഫംഗ്ഷനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നാ ചോദിക്കുന്നത്. ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുക? ട്രാൻസ്പോസ്. ഏതാണ്? ട്രാൻസ്പോസ്. ഈ അടുത്തത് 47th ക്വസ്റ്റ്യൻ, ഡാഷ് ജിഗാബൈറ്റ് എത്ര ടെറാബൈറ്റ് ആണെന്ന്. ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് എത്ര ജിഗാബൈറ്റാ? 1024 ജിഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നേരിട്ട് ആൻസർ പറഞ്ഞു പോകാനേ ഉള്ളേ, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അടുത്ത 48, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് എ ഏതാണ്? ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ സൂട്ട്. ഒരു ആപ്ലിക്കേഷൻ സൂട്ടാണ്. ഇനി അടുത്തത് URL. URL എന്ന് പറഞ്ഞാൽ എന്താ? URL എക്സ്പാൻഷൻ ആണ് ചോദിച്ചത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. ഇത് പ്രീവിയസ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് തോന്നുന്നു ഒരു തവണയോ 2 തവണയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. URL എന്ന് പറഞ്ഞാൽ എന്താ? URL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലെ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. ഇനി വിച്ച് PowerPoint വ്യൂ ഡിസ്പ്ലേസ് ഈച്ച് സ്ലൈഡ് ഓഫ് ദ പ്രസന്റേഷൻ ആസ് എ തംബ്നെയിൽ ഡിസ്പ്ലേ? അതായത് നമ്മളെ തംബ്നെയിൽ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ആ ഒരു PowerPointൽ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രസന്റേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നതിനെ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? സ്ലൈഡ് സോർട്ടർ അല്ലെ. സ്ലൈഡ് സോർട്ടർ. സോ വിച്ച് PowerPoint വ്യൂ ഡിസ്പ്ലേസ് ഈച്ച് സ്ലൈഡ് ഓഫ് ദ പ്രസന്റേഷൻ ആസ് എ തംബ്നെയിൽ അല്ലെ. തംബ്നെയിലില് ഓരോ സ്ലൈഡിന്റെ പ്രസന്റേഷന്റെ വ്യൂവും കാട്ടുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത് ആരാണ്? ചെയ്യുന്ന ആ ഒരു PowerPointലുള്ള ഓപ്ഷനാണ് ഇത്, സ്ലൈഡ് സോർട്ടർ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സ്ലൈഡ് പറഞ്ഞു. ഇനി നോട്ട് പേജ് എന്താ? നോട്ട്സ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റേഷനിൽ നടത്തുന്ന സ്ലൈഡിൽ എന്തെങ്കിലും നോട്ട്സുകൾ ആഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്?
പവർ പോയിന്റിൽ നോട്ട്സ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി സ്ലൈഡ് മാസ്റ്റർ എന്ന്, സ്ലൈഡ് ഷോ അറിയാലോ, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സ്ലൈഡുകളുടെ ആ ഒരു ഇതാണ് എന്ത്, സ്ലൈഡ് ഷോ. ഇനി സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലോ, സ്ലൈഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്ലൈഡോ അല്ലെങ്കിൽ സ്ലൈഡിന്റെ ലേഔട്ടിനോ ഒക്കെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനൊക്കെ, പെട്ടെന്ന് മോഡിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ പോയിന്റിൽ ഒരു ഓപ്ഷനാണ് ഇത് സ്ലൈഡ് മാസ്റ്റർ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ടു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ ഇൻ എ വിൻഡോ. 51ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വിൻഡോയില് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു വിൻഡോ, ആ വിൻഡോയിൽ നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്താണ് അതിനുള്ള നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ന്യൂ ഫോൾഡർ ആണല്ലോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കൺസിസ്റ്റ് ഓൺലി ഇൻപുട്ട് ഡിവൈസ്. കണ്ടോ, ഇൻപുട്ട് ഡിവൈസിന്റെ ഔട്ട്പുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾ ചോദിക്കാത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നു. ഏതാണ് 4 സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ 4 സെറ്റുകളിൽ ഇൻപുട്ട് ഡിവൈസുകൾ മാത്രം പറയുന്ന സെറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏത് ഇൻപുട്ട് ഡിവൈസുകളിൽ വരിക? മൗസ് വരും, കീബോർഡ് വരും, സ്കാനർ വരും അല്ലെ. ഈ മൗസും കീബോർഡും സ്കാനറും ഇൻപുട്ട് ഡിവൈസുകളിൽ ഉൾപ്പെടുന്നല്ലേ, ഇതല്ലേ അതിൽ വരുന്നുള്ളൂ. ബാക്കി പ്രിന്റർ വരുമ്പം പോയി, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോയി. അപ്പൊ ഈ ഓപ്ഷൻ ഡി വരത്തില്ല. ഇതിലും അതേപോലെ ഓപ്ഷൻ സിയിലും വരില്ല, ഇതും വരില്ല അല്ലെ. ഇതിലും മോണിറ്ററും കയറിയിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും എന്താവില്ല, ഇൻപുട്ട് ഡിവൈസ് ആവില്ല. ഓപ്ഷൻ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി, മൗസ്, കീബോർഡ് ആൻഡ് സ്കാനർ ഈസ് ദ ഇൻപുട്ട് ഡിവൈസുകളല്ല. ഇനി ദ ഇൻവെന്റർ, അടുത്ത് 53 53th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇൻവെന്റർ ഓഫ് ഇമെയിൽ സിസ്റ്റം. ഇമെയിൽ സിസ്റ്റത്തിന്റെ ഇൻവെന്റർ ആരാ? വിൻസെന്റ് സെർഫ് ആണോ, ബിൽ ഗേറ്റ്സ് ആണോ, ആരാണ്? ഒരു 3 ആളുമല്ലല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ നൺ ഓഫ് ദ എബോവ് ആണ്. ഇതിൽ തന്നതിൽ ആരും ഇല്ല അല്ലെ. ഇനി നമ്മള് ഇമെയിലിന്റെ ഫാദർ ആയിട്ട് ആരെയാ പറയാ? റൈമണ്ട് സാമുവൽ ടോംലിൻസനെയാണ്. റെയ്മണ്ട് സാമുവൽ ടോംലിൻസനെയാണ് എന്ത് പറയാ, ഇമെയിലിന്റെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിസ്റ്റ് ചെയ്യുക അല്ലെ. ഈസ് ദ ഫാദർ ഓഫ് ദി അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദി ഇമെയിൽ സിസ്റ്റം. ഇനി അടുത്ത് നമ്മൾ 54th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ദ കോപ്പി കമാൻഡ് സേവ്സ് ദ കണ്ടന്റ് ടെമ്പററി ടു ദി. ഇവിടെയാണ് ക്ലിപ്പ് ബോർഡ്. ഏതാണ്? ക്ലിപ്പ് ബോർഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 55th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MS Excel ഡിസ്പ്ലേസ് ദ അഡ്രസ് ഓഫ് ദി ആക്റ്റീവ് സെൽ. അതായത് നമ്മൾ എക്സലില് ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ് ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെയാ? ഫോർമുല ബാറിൽ അല്ലെ. എവിടെയാണ്? ഫോർമുല ബാറിലാണ് അതിന്റെ അഡ്രസ്. ഒരു സെല്ല് ആക്റ്റീവായി നിൽക്കുന്ന സെല്ലിന്റെ അഡ്രസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക എവിടെയാണ്? ഓപ്ഷൻ എ, ഫോർമുല ബാർ. ഇനി അടുത്തത് 56th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ സൗണ്ട് വൈൽ ടൈപ്പിംഗ്. ടൈപ്പ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഏതാ? ഫീഡ് റോൾ. ആരാണ്? ഫീഡ് റോൾ ആണ്. ഓക്കെ. ഇനി എന്താണ് പേപ്പർ ടേബിൾ? പേപ്പർ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറിനെ ഓയിൽ ഭാഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന അല്ലെ പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിന്റെ ഭാഗമാണ് ആര്? പേപ്പർ ടേബിൾ. ഇനി പേപ്പർ ബെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ കാറ്റുകൊണ്ടൊക്കെ, അതായത് നമ്മൾ പേപ്പർ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കാറ്റുകൊണ്ടൊന്നും അത് പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനെ അവിടെ സംരക്ഷിച്ചു വെക്കുന്ന ആളാണ് ആര്? ടൈപ്പ് റൈറ്ററിലെ ഒരു ഭാഗമാണ് ആര്? പേപ്പർ ബെയിൽ. ഓക്കെ. ഇനി 57th ക്വസ്റ്റ്യൻ. കാരേജ് റാക്ക് ഈസ് സെറ്റ് ഓൺ ദി ടോപ്പ് ഓഫ് ദി. കാരേജ് റാക്ക് എവിടെയാ സെറ്റ് ചെയ്തിട്ടുള്ളത്? സെറ്റ് ഓൺ ദി ടോപ്പ് ഓഫ് ദി എവിടെയാ? പീനിയൻ വീൽ അല്ലേ. ഡോഗ് ബ്ലോക്കോ റാച്ചറ്റ് വീലോ സെഗ്മെന്റോ ഒന്നും വരില്ലല്ലോ. ഇനി എന്താ റാച്ചറ്റ് വീല്, എന്താ ഡോഗ് ബ്ലോക്ക്, എന്താ സെഗ്മെന്റ് എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ വിശദീകരിച്ച് നമ്മളെ ഡോഗ് ബ്ലോക്കിന്റെ ക്ലാസ്സിലും ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഇവ ഓരോന്നും നമ്മൾ ടൈപ്പ് റൈറ്ററിന്റെ ഓരോ ക്ലാസ്സുകളിൽ എടുത്തതാണ്. അപ്പൊ അതൊക്കെ പഠിക്കണം കേട്ടോ എന്താന്നുള്ളത്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് മോർ കോപ്പീസ് ഓൺ എ ടൈപ്പ് റൈറ്റർ യൂസിങ് കാർബൺ പേപ്പർ
ഏതാണ്? മാനി ഫോൾഡിങ്. ഇനി 59th ക്വസ്റ്റ്യൻ. The instruction trans given in a manuscript represents. എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ട്രാൻസ്പോസ് അല്ലേ? എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ട്രാൻസ്പോസ്. ഇതൊക്കെ നേരിട്ട് അതിന്റെ ആ എക്സ്പാൻഷനിൽ വരുന്നതാണ്. ട്രാൻസിന്റെ എന്താന്നുള്ള. ഇനി 16th ക്വസ്റ്റ്യൻ എന്താ? ദ എബ്രിവേഷൻ ഓഫ് പൗണ്ട് ഈസ്. പൗണ്ടിന്റെ എബ്രിവേഷൻ എന്ന് പറയുന്നത് ഏതാണ്? IB. ഇനി അടുത്തത് സ്റ്റെറ്റ് റിട്ടൺ ഓൺ മാനുസ്ക്രിപ്റ്റ്സ് റെപ്രസെന്റ്സ്. എന്താണ് വരിക? ടൈപ്പ് ദ മാറ്റർ സ്കോർഡ് ഓഫ്. എന്താണ്? ടൈപ്പ് ദ മാറ്റർ സ്കോർഡ് ഓഫ്. അടുത്തത് 62th ക്വസ്റ്റ്യൻ. ഇത് 2016 ഉള്ളതായതുകൊണ്ട് കമ്പ്യൂട്ടർ കുറവും ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ള ഇതാണ്. പിന്നീടാണ് മാറ്റിയത്. കമ്പ്യൂട്ടറിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ടൈപ്പ് റൈറ്ററിന് ക്വസ്റ്റ്യൻസ് കുറയ്ക്കുകയും ചെയ്തത് പിന്നീടുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ടൈപ്പ് റൈറ്റിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ കാണാം, കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് കുറവാണ്. കുറവ് എന്നല്ല, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ദ ലാസ്റ്റ് വേർഡ് ടൈപ്ഡ് at the end of a page being repeated as the first word in the subsequent page is called. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പേജിൽ അവസാനമായി ടൈപ്പ് ചെയ്ത ഒരു വാക്ക് അടുത്ത പേജിൽ ആദ്യത്തെ വാക്കായിട്ട് ആവർത്തിച്ചു വരുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്യാച്ച് വേർഡ് എന്നാണ് വിളിക്കുക. ഇനി അടുത്തത്, which of the following helps to correcting the ടൈപ്ഡ് മാറ്റർ ഓൺ എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ കറക്റ്റ് ആക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? ലൈൻ ഫൈൻഡർ സ്കെയിൽ. ഇനി ഡിക്രീസ് ദ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ ഇൻ എ ടൈപ്പ് റൈറ്റർ ലീഡ്സ് ടു. എന്താ ചോദിക്കുന്നത്? ഡിക്രീസ് the mainspring tension in a typewriter leads to. എന്താണ്? മെയിൻ സ്പ്രിംഗ് ടെൻഷൻ അല്ലെ? അത് ഡിക്രീസ് ചെയ്യുന്ന ഏതിലാണ്? ഓവർ ടൈപ്പിംഗിലാ അല്ലെ? ഇനി which pen is used for signing on a stencil paper? സ്റ്റെൻസിൽ പേപ്പറിൽ സൈൻ ചെയ്യുന്ന ഏത് പെന്നാണ് യൂസ് ചെയ്യുന്നത്? സ്കെച്ച് പെന്നാണോ, ഇങ്ക് പെന്നാണോ, സ്റ്റൈലസ് പെന്നാണോ, അതോ ഹാർഡ് പെൻസിലാണോ? ഏതാണ്? ഓപ്ഷൻ 55ന്റെ ആൻസർ, 55ന്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി, സ്റ്റൈലസ് പെന്നാണ് കേട്ടോ. ദ കീ വിച്ച് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റർ. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിൽ കാണാത്ത ഒരു കീ ഏതാണ്? നമുക്ക് നോക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഡെഡ് കീ അല്ലെ? ടാബ് സെറ്റ് കീ ആയാലും മാർജിൻ റിലീസ് കീ ആയാലും കീ റിലീസ് കീ ആണെങ്കിലും ഒക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും ഡെഡ് കീനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പറയുക എന്താണ്? ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററിൽ കാണാത്ത ഒരു കീ ആണ് ആര്? ഡെഡ് കീ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നോൺ ക്യാരക്ടർ കീ. നോൺ ക്യാരക്ടർ കീ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. മാസ്റ്റർ കീ, കീ റിലീസ് കീ, ടാബ് റിലീസ് കീ, ടാബ് സെറ്റ് കീ. ഇങ്ങനെയുള്ള ഈ 4 ഓപ്ഷൻസ് ആണ് തന്നത്. അപ്പൊ ഏതാണ് വരിക? മാസ്റ്റർ കീ ആണ് നോൺ ക്യാരക്ടർ കീ അല്ലാത്തത്. ഓക്കെ. ഇനി 68th ക്വസ്റ്റ്യൻ. 68th ക്വസ്റ്റ്യൻ പറയുന്നത് ഡാഷ് ഹെൽപ്സ് ദ ടൈപ്പ് ബാർസ് ടു റിട്ടേൺ ടു ദി ബാസ്കറ്റ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക്. ഓരോ ഇത് കഴിയുന്നതിനനുസരിച്ചും എന്ത് ചെയ്യുന്ന? ഡാഷ് ഹെൽപ്പ് ടൈപ്പ് ബാറിനെ തിരിച്ച് ബാസ്കറ്റിലേക്ക് എത്തിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിലെ ഭാഗം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരിക ഏതാണ്? ബഫർ സ്പ്രിംഗ് ആണ് ആൻസറായി വരിക. ഇനി വിച്ച് ആർ ദ ഗൈഡ് കീസ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റർ? കണ്ടോ, നമ്മളെ ഹോം കീസും ഗൈഡ് കീസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നുണ്ട് അല്ലെ? വിച്ച് ആർ ദ ഗൈഡ് കീസ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റർ? ടൈപ്പ് റൈറ്ററിലെ ഗൈഡ് കീസ് ഏതാണ്? ടൈപ്പ് റൈറ്ററിലെ ഗൈഡ് കീസ് എന്ന് പറയുന്നത് ഏതാ? ഇതിൽ കൊടുത്തതിൽ ഏതാണ്? എയും സെമി കോളനും അല്ലേ? ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ.
ഇനി ഓവർലാപ്പിംഗ് ഓഫ് ലെറ്റേഴ്സ് അറ്റ് ദി ലോക്ക്ഡ് റൈറ്റ് മാർജിൻ ഈസ് കോൾഡ്. അല്ലേ? അതായത് റൈറ്റ് മാർജിൻ ലോക്ക് ചെയ്തതിന് ശേഷമുള്ള ഓവർലാപ്പിംഗ് ലെറ്റേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനൊരു പേരുണ്ട് അല്ലേ? ആ പേരാണ് എന്ത്? പൈലിംഗ്. എന്താണ്? പൈലിംഗ്. ഇതൊക്കെ ഈ ടേം ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചതാണ് ടൈപ്പ് റൈറ്റിന്റെ ക്ലാസ്സിൽ. എന്താണ് പൈലിംഗ് ഉദ്ദേശിക്കുന്നതൊക്കെ എന്താ കൃത്യമായിട്ട് പറഞ്ഞതാ. ആ ഒരൊറ്റ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ചോദിച്ചത്. ഇനി 71th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ ഒബ്ജക്റ്റ് ഓഫ് ദി ലെറ്റർ ഈസ് ഗിവൺ അണ്ടർ അബ്സ്ട്രാക്ട്. അതായത് നമ്മൾ സെക്കൻഡ് പേപ്പറിലൊക്കെ ചെയ്യുമ്പം ഒരുപാട് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ഓർഡർ ഉണ്ടാവും, ഡിഒ ലെറ്റർ ഉണ്ടാവും, സർക്കുലർ ഉണ്ടാവും, ഒഫീഷ്യൽ ലെറ്റർ ഉണ്ടാവും, മെമ്മോറാണ്ടം ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ഒരു ലെറ്ററിൽ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ അബ്സ്ട്രാക്ട് എന്ന് കൊടുക്കാറുണ്ട്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തും. ഏതാണ്? ഗവൺമെന്റ് ഓർഡർ അല്ലേ? ഇനി അടുത്തതൊരു അബ്രിവേഷന്റെ എക്സ്പാൻഷൻ ആണ്. അബ്രിവേഷൻ ചോദിക്കുന്നത് ഇ ആൻഡ് ഒ ഇ ഈസ് ദ അബ്രിവേഷൻ ഫോർ. എന്താണ് വരിക? എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സ്പെക്റ്റഡ്. എന്താണ്? എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സ്പെക്റ്റഡ്. ഇനി അടുത്തത്, ഇൻ എ ബിസിനസ് ലെറ്റർ, ബിസിനസ് ലെറ്ററിൽ ഡാഷ് ഈസ് ടൈപ്ഡ് ജസ്റ്റ് ബിലോ ദ കോംപ്ലിമെന്ററി ക്ലോസ്. കോംപ്ലിമെന്ററി ക്ലോസ് വരുന്നതിന്റെ തൊട്ട് ജസ്റ്റ് ബിലോ ദ കോംപ്ലിമെന്ററി ക്ലോസിന് ബിലോ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ഒന്നുണ്ട്. എന്താണ്? ഇതിലേതാണ് വരിക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ. ഇനി ഹൗ മെനി സ്പേസസ് ആർ ടു ബി പ്രൊവൈഡ് ആഫ്റ്റർ എ കോളൻ. ഒരു കോളൻ കഴിഞ്ഞിട്ട് എത്ര സ്പേസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വിടണം? 1 ആണോ, 2 ആണോ, 3 ആണോ? അത് സ്പേസ് വേണ്ടേ? സ്പേസ് വേണ്ടല്ലേ? നമ്മൾ സ്പേസ് വിടുക ഏതിനൊക്കെയാ? ഫുൾ സ്റ്റോപ്പ്, അതേപോലെ ക്വസ്റ്റ്യൻ മാർക്ക്, അതേപോലെ എക്സ്പ്ലനേഷൻ മാർക്ക്, അതായത് ആശ്ചര്യ ചിഹ്നം, അവയൊക്കെ വരുമ്പോൾ നമ്മൾ 2 സ്പേസ് വിട്ട് ചെയ്യും അല്ലേ? 2 സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ അടുത്ത് ടൈപ്പ് ചെയ്യുക. ഒക്കെ ഓർത്ത് വെക്കണേ. ഇനി 75th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി സ്പേസ് അഡ്ജസ്റ്റ്മെന്റ്സ് ക്യാൻ ബി ഡൺ ഇൻ എ ടൈപ്പ് റൈറ്റർ. ഒരു ടൈപ്പ് റൈറ്ററിൽ എത്ര അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് സ്പേസ് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുമെന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാ വരിക? 2. എന്താണ്? ഓപ്ഷൻ സി 2. ഇനി 76th question, which finger of the left hand is used to type the letter send? സെറ്റ് എന്നുള്ള ലെറ്റർ ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഏതാ? Which of the following is the left hand is used to type the letter Z? Z എന്ന് പറയുന്ന ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിംഗർ ഏതാണ്? ഏത് ഫിംഗർ കൊണ്ടാണ് യൂസ് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുക ലിറ്റിൽ ഫിംഗർ കൊണ്ടാണ് അല്ലേ? ഇനി 77th question, dash is used for getting continuous uppercase characters. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ കേസ് ക്യാരക്ടർ കിട്ടണമെങ്കിൽ നമ്മൾ ടൈപ്പ് റൈറ്ററിൽ ഏതോ ഒരു കീ പ്രസ് ചെയ്യണം. ഏതാണ്? ഷിഫ്റ്റ് ലോക്ക് അല്ലേ? അടുത്ത 78th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് ടേക്കിംഗ് എ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് യൂസിങ് സ്റ്റെൻസിൽ ഈസ് കോൾഡ്. സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കോപ്പീസ്, അതായത് കുറഞ്ഞതിൽ ഒരുപാട് കോപ്പീസ് എടുക്കാൻ പറ്റുന്ന ആ ഒരു മെത്തേഡിനെ എന്ത് വിളിക്കും? അല്ല, സ്റ്റെൻസിൽ എന്ത് വിളിക്കും? സ്റ്റെൻസിൽ കട്ടിംഗ്. എന്താണ്? സ്റ്റെൻസിൽ കട്ടിംഗ്. അടുത്തത് The cyclostyle machine was invented. ഇതൊക്കെ അന്നത്തെ വേർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. The cyclostyle machine was invented by ആരാണ്? ഡേവിഡ് ഗെസ്നർ. ഇനി 80th ക്വസ്റ്റ്യൻ, The loose dog helps in. ലൂസ് ഡോഗ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. The loose dog helps in step by step movement അല്ലേ?
ഓക്കെ, അപ്പം ഇത്രയും ഭാഗമാണ് നമ്മളെ കമ്പ്യൂട്ടറിനെയും ടൈപ്പ് റൈറ്ററിനെയും കൂടെയുള്ള ഭാഗങ്ങൾ. അപ്പം എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗങ്ങളും നോക്കുക. ഇപ്പൊ ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ടൈപ്പ് റൈറ്ററിന് ഇത്രയും ക്വസ്റ്റ്യൻ വന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള നമ്മളെ എക്സാം നടത്തിയതിലൊക്കെ ടൈപ്പ് റൈറ്ററിന് ക്വസ്റ്റ്യൻ കുറവാണ്, കമ്പ്യൂട്ടറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ. ഓക്കെ, അപ്പം താങ്ക് യു. നമുക്ക് അടുത്തത് വേറൊരു വീഡിയോയിൽ അടുത്തൊരു സെറ്റുമായിട്ട് കാണാം. ഓക്കെ.